ഇത്തവണ യാത്ര ഊട്ടിയിലേക്കായിരുന്നു. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത്തവണ നോ ഔട്ട്സൈഡ് ഫുഡ്. ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാണ്ട് സ്വന്തമായി കുക്ക് ചെയ്തിട്ടാണ് ഇത്തവണത്തെ യാത്രയിലെ മുഴുവൻ ഫുഡും കഴിച്ചേക്കുന്നത്. നോ ഹോട്ടൽസ്, നോ റെസ്റ്റോറന്റ് ഫുഡ്. ഫോർ ഹോൾ 3 days we cooked every single meal by ourselves. അതായത് 3 ദിവസത്തേക്കുള്ള യാത്രയിൽ 3 നേരവും ഞങ്ങൾ സ്വയം കുക്ക് ചെയ്താണ് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിരുന്നത്. Here is how this crazy idea turned into one of the best trips of our lives. ഞങ്ങൾ 4 പേരായിരുന്നു യാത്രയിൽ ഉണ്ടായിരുന്നത്. 3 ദിവസവും 3 നേരവും കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ we had lot of doubts about the possibilities. പക്ഷേ തീരുമാനം ഉറച്ചതായിരുന്നു. No takeouts, no fancy cafes, just as the wild and a lot of cooking experiments. ചെമ്പ് ചട്ടി ചരുവം എല്ലാം പെറുക്കിക്കൂട്ടിയാണ് യാത്ര തുടങ്ങിയത്. എന്തൊക്കെ കുക്ക് ചെയ്യണമെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് പോയത്. പോകുന്ന വഴിക്കാട്ടോ കുക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അത്യാവശ്യം ഫുഡ് കഴിച്ചിരുന്നത് കൊണ്ട് ലഞ്ചിന് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. പട്ടാമ്പി, മലപ്പുറം, മഞ്ചേരി, നിലമ്പൂര് വഴിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. മാപ്പിൽ തൃശ്ശൂർ ടു ഊട്ടി വെറും 5 മണിക്കൂർ മാത്രമേ കാണിക്കുന്നുള്ളൂ എങ്കിലും സാധനങ്ങൾ വാങ്ങാനും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറങ്ങേണ്ടി വന്നതൊക്കെ കൊണ്ട് 2 മണിക്കൂറിൽ കൂടുതൽ സമയം എടുത്തിട്ടാണ് നിലമ്പൂർ ഒന്ന് കഴിഞ്ഞു കിട്ടിയത്. 6:30 ഞങ്ങൾ ചുരം കഴിഞ്ഞു. പൈൻമരങ്ങൾക്കിടയിലൂടെ സൺസെറ്റ് ഞങ്ങൾക്കൊരു വാം വെൽക്കം ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ഇവരും ഉണ്ടായിരുന്നു ഊട്ടിയിലേക്ക് ഞങ്ങളെ സ്വീകരിക്കാൻ. ഹോട്ടലിൽ എത്തുമ്പോൾ സമയം 8:30 കഴിഞ്ഞിരുന്നു. ജസ്റ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് റൂം ബുക്കിംഗ് പ്രൊസീജിയറും ഫ്രഷപ്പും ഒക്കെ തീർത്ത് ഞങ്ങൾ നേരെ കുക്കിംഗ് പരിപാടിയിലേക്ക് തിരിഞ്ഞു. നേരെ പോയത് ഹോട്ടലിന് പുറത്തുള്ള പുൽത്തകിടിയിലേക്കാണ്. കുക്കിങ്ങിന് ഞങ്ങൾക്ക് കിട്ടിയ സ്പോട്ട് അതായിരുന്നു. 14 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഔട്ട്ഡോർ കുക്കിംഗ്, കൂട്ടത്തിൽ നിർത്താതെ വീശുന്ന കാറ്റും. ഡീസൽ സ്റ്റൗ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കൊണ്ടുപോയത്. ഊട്ടിയിലെ ക്ലൈമറ്റിൽ അത് കത്തിച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. സ്റ്റൗ കത്തിയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഓണായി. ഓരോരുത്തരായി ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. മീറ്റ് ഊട്ടിയിലേക്ക് എത്തുന്ന സമയത്താട്ടോ വാങ്ങിയത്. ബാക്കിയുള്ള പൗഡേഴ്സും പേസ്റ്റും വെജിറ്റബിൾസും വെള്ളവും ഒക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. പിന്നെ കുറച്ചധികം ന്യൂസ് പേപ്പേഴ്സ്, നൈഫ്, കട്ടിംഗ് ബോർഡ്, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ. ഒരു കാറ്റടിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടോ? കാറ്റിന് അത്രയും ശക്തി ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അതിനെ തടുക്കാൻ വേണ്ടിയിട്ടും തീ കെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്റ്റൗവിൻ്റെ 2 സൈഡിലായിട്ട്, ഒരു സൈഡിൽ പേപ്പർ പ്ലേറ്റും മറ്റേ സൈഡിൽ പേപ്പറുകൾ കട്ടിയായി മടക്കിയിട്ടും വച്ചേക്കുന്നത്. അതാകുമ്പോൾ ഡയറക്റ്റ് വന്നിട്ട് തീ കെടാനുള്ള സാധ്യത കുറയും. മഷ്റൂം ഇട്ട ചിക്കൻ കറി ആട്ടോ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രാത്രി കുക്കിങ്ങിന് ലൈറ്റ് സോഴ്സ് വേണമെന്ന് മുൻകൂട്ടി കാണാത്തത് കൊണ്ട് മൊബൈൽ ഫ്ലാഷ് ആയിരുന്നു ഞങ്ങൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിച്ചത്. പിന്നീട് എന്തെങ്കിലും ഒരു മാർഗം കൂടെ എക്സ്ട്രാ കാണേണ്ടിയിരുന്നു എന്ന് തോന്നി. ഒരു 10:15 ആയപ്പോഴേക്കും ഞങ്ങളുടെ മഷ്റൂം ചിക്കൻ കറി റെഡിയായി. കറിയുടെ കൂടെ കഴിക്കാൻ ചപ്പാത്തി ആയിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ആവശ്യാനുസരണമുള്ള പാത്രങ്ങളൊക്കെ കരുതിയത് കൊണ്ട് കുക്കിങ്ങിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കാറ്റിന്റെ ശക്തി കാരണം പലതവണ സ്റ്റൗവിന്റെ തീ കെട്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച 10:30 അറൗണ്ട് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ട്രിപ്പിലെ ഫസ്റ്റ് മീല് റെഡി ആയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും ബ്രെഡ് ടോസ്റ്റും ആയിരുന്നു മെനു. നത്തിങ് ഫാൻസി, ജസ്റ്റ് എ സിമ്പിൾ മീൽ. പക്ഷേ ഒരു 14 ഡിഗ്രി സെൽഷ്യസിൽ ചൂടോടെ അത് കഴിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് പ്യുവർ ഹെവൻ. ഒരു ഉപ്മാവ് ഉണ്ടാക്കാനുള്ള രോദനം. അത് മൂട്ടിലെ തണുത്ത കാറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നാണ് നമ്മുടെ ട്രിപ്പിന്റെ 2ാമത്തെ ദിവസം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള വെജിറ്റബിൾസ് ആണ് ഈ വേവിക്കുന്നത്. കാറ്റ് രാത്രിയിലേക്കാൾ കൂടുതലായിരുന്നു കേട്ടോ രാവിലെ. സോ കാറ്റിനെ തടുത്ത് സ്റ്റൗ കെടാതിരിക്കാനുള്ള ഐഡിയ ആയിരുന്നു ഈ പായ വെച്ചുള്ള സെറ്റപ്പ്. ഉപ്പുമാവായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് മീൽ. പക്ഷെ സ്റ്റൗ വീണ്ടും കെട്ടുപോയിരുന്നത് കൊണ്ട് ഫൈനൽ സ്റ്റേജിലെ വേവിക്കൽ കെറ്റിലിട്ടായിരുന്നു. അത് റൂമിൽ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. മറ്റ് ചാലഞ്ചസ് ഒന്നും സെക്കൻഡ് മീൽ കുക്കിങ്ങിൽ ഉണ്ടായിരുന്നില്ല. സോ ബ്രേക്ക്ഫാസ്റ്റ് ഡൺ ബ്യൂട്ടിഫുള്ളി ആൻഡ് ടേസ്റ്റ്ഫുള്ളി. അല്ലാതെ വെക്കണ്ട കേട്ടോ.
11:30 കഴിഞ്ഞപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. സോ നെക്സ്റ്റ് മീൽ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ട് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ റിലാക്സിന് ശേഷം ഞങ്ങൾ വീണ്ടും പണി തുടങ്ങി. കിലുക്കം മൂവിയിലെ BGMഉം ഊട്ടിയിലെ തണുപ്പും പിന്നെ കുക്കിങ്ങും പിന്നെ നമുക്ക് കമ്പനി അടിക്കാൻ പറ്റിയ ഗ്യാങ്ങും അടിപൊളി വൈബായിരുന്നു കേട്ടോ. കുക്കിങ്ങിന് അത്യാവശ്യം സമയം എടുത്തിരുന്നു, പക്ഷേ എത്ര നേരം കഷ്ടപ്പെട്ടാലും ഫൈനൽ റിസൾട്ട് വേർത്ത് ആയിരുന്നു കേട്ടോ. സ്പെഷ്യൽ മെനു ആയിരുന്നത് കൊണ്ട് പണി കുറച്ച് കൂടുതലായിരുന്നു. യെസ്, അവർ തേർഡ് മീൽ വാസ് ചിക്കൻ ബിരിയാണി. ആ സെറ്റപ്പിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുത്ത എഫേർട്ട് നിങ്ങൾക്ക് ഊഹിക്കാനാവും. എന്ന് വെച്ച് തട്ടിക്കൂട്ട് പരിപാടിയൊന്നും ആയിരുന്നില്ല കേട്ടോ. അവർ തേർഡ് മീൽ വാസ് സൂപ്പർ ഡെലീഷ്യസ്. നെക്സ്റ്റ് മീൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ട്രിപ്പിന്റെ 4th മീലായിരുന്നു. സിമ്പിൾ ആയിരുന്നു കേട്ടോ. വെജിറ്റബിൾ നൂഡിൽസ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ആ രാത്രി തണുപ്പ് കൂടുതലായിരുന്നതുകൊണ്ട് ഹോട്ടലിന്റെ വെളിയിലെ വരാന്തയിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ കുക്കിംഗ്. ഞാൻ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആ തണുപ്പ് എടുക്കാനേ കഴിഞ്ഞില്ല. അല്ലാണ്ടും ചില ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തണുപ്പ് കൂടുതലും ആയിരുന്നു. വെജിറ്റബിൾ നൂഡിൽസിന്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കഴിച്ചിട്ട് ആ ദിവസം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. ഡേ 3 ചെക്ക്ഔട്ട് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പാക്കിംഗ് ആയിരുന്നു രാവിലത്തെ ആദ്യത്തെ ടാസ്ക്. പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഞങ്ങളുടെ ചെക്ക്ഔട്ട് ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാൻ നിൽക്കാതെ ഞങ്ങൾ ഊട്ടിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുക്കിംഗ് സ്പോട്ടിൽ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിരുന്നു. ബിക്കോസ് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നീട് അത് എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആ മെമ്മറീസ് ഒക്കെ ഒന്ന് റിക്കലക്ട് ചെയ്യാലോ. പിന്നെ കഴിഞ്ഞ 4 തവണയും ഒരേ സ്പോട്ടിൽ വെച്ച് കുക്ക് ചെയ്തത് കൊണ്ട് സ്പോട്ട് ഒന്ന് മാറ്റി പിടിക്കാം എന്നൊരാലോചനയും ഞങ്ങൾക്കുണ്ടായിരുന്നു. തിരിച്ചു പോകാൻ മൈസൂർ ഊട്ടി റോഡാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. സോ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. വരാൻ സാധ്യതയില്ല. അപ്പോഴാണ് കിടിലൻ വ്യൂ ഉള്ള ഈ ഒരു സ്പോട്ട് ഞങ്ങൾ കണ്ടത്. വ്യൂ കണ്ടിട്ടാണ് വണ്ടി നിർത്തിയത്. പിന്നീട് അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. വെരി സിമ്പിൾ ആയൊരു ഫുഡ്. അവിടെയും ഞങ്ങൾക്ക് വെല്ലുവിളിയായത് കാറ്റായിരുന്നു കേട്ടോ. ഫൈനലി ഞങ്ങൾ തീ പിടിപ്പിച്ചു. അപ്പോഴേക്കും എഗ്ഗും വെജീസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ നല്ല വിശപ്പും വെന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നാല് എഗ്ഗ് വെച്ച് ഒരു ഓംലെറ്റും 2 ബുൾസയും അടിച്ച് വിത്ത് ബ്രെഡ് വെച്ച് ഓരോ പേർ സാൻഡ്വിച്ച് എല്ലാവരും കഴിച്ചു. ഒരു കഫേയിലും ഒരു ഹോട്ടലിലും കിട്ടാത്ത കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സാധാരണ ഒരു സൈറ്റ് സീയിങ് ട്രിപ്പിനേക്കാൾ ഉപരി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവം എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. തിരിച്ചു വരുന്ന വഴി ഊട്ടി മൈസൂർ റോഡിലുള്ള ട്രീ പാർക്കിൽ ഒന്ന് കയറി. സെക്കൻഡ് ടൈമാണ് ട്രീ പാർക്കിൽ ഞാൻ വരുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്തത്. കഴിച്ചാ നീവല്ലോ കണ്ണൊക്കെ നിറയണ്ട എന്റെ കണ്ണ് നിറയണ്ട എന്റെ എടുത്ത് നോക്കടാ അമ്മീ. ഞങ്ങൾ 4 പേരും ട്രിപ്പ് ഒരുപോലെ ആസ്വദിച്ചു കേട്ടോ. അതിന് 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഇതൊരു എക്സ്പെരിമെന്റൽ ട്രിപ്പായിരുന്നു. ഫുഡ് സക്സസ് ആവോ, വിശപ്പിന് മുമ്പേ ഉണ്ടാക്കി കഴിയോ, കുക്കിംഗ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ, അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ വളരെ സക്സസ്ഫുൾ ആയി അത് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. സോ ഇറ്റ് റിലീസ്ഡ് എ ബൾക്ക് എമൗണ്ട് ഓഫ് ഡോപമിൻ ഇൻ us.
കാരണം ട്രിപ്പിന്റെ ബഡ്ജറ്റ് ആണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു ഇത്. നോർമലി യാത്രകളിൽ നമ്മൾ വളരെ എൻജോയ് ചെയ്യാറുണ്ട്. എന്നാൽ തിരിച്ച് വീട്ടിൽ വന്ന് ബഡ്ജറ്റ് നോക്കുമ്പോൾ എന്റെ ഈശോയെ എന്ന് വിളിച്ചു പോവാറുമുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. പ്ലാനിങ്ങും പരിപാടിയും എക്സിക്യൂഷനും ഒക്കെ അടിപൊളിയായിരുന്നു. റിഗ്രറ്റ് തോന്നാനുള്ള ഒരു ചാൻസേ ഉണ്ടായിരുന്നില്ല. എത്ര ബഡ്ജറ്റ് ആയി കാണുന്ന നിങ്ങൾക്ക് തോന്നുന്നേ? ജസ്റ്റ് കമന്റ് ഇറ്റ്. ലെറ്റ്സ് സീ. ബഡ്ജറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ട്രിപ്പ് ബഡ്ജറ്റ് എന്ന് കമന്റ് ചെയ്യാം. ദെൻ ബഡ്ജറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. Lot of experiments, lot of fun, lots of dopamine, also very budget friendly trip. ഇതുപോലെ ഹോട്ടൽ ഫുഡ് അവോയ്ഡ് ചെയ്ത് കുക്ക് ചെയ്ത് ഒരു കംപ്ലീറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ ഒരു പരീക്ഷണം നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഇത്തരത്തിലുള്ള കട്ടുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ക്രേസി ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. തന്നെ പോലെ കുറച്ചു പേരും കൂടെ ഉണ്ടെന്ന് കാണുമ്പോൾ അവർക്കും കിട്ടട്ടെ കുറച്ച് ആശ്വാസം. പിന്നെ ഇത്തരം പരീക്ഷണാടിസ്ഥാനത്തിലുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു 100 ലൈക്കൊക്കെ കിട്ടിയ ഇതുപോലുള്ള രസകരമായിട്ടുള്ള യാത്രകൾ നമുക്ക് ഇനിയും എക്സിക്യൂട്ട് ചെയ്യാം. So guys, again like, comment, share. Also please subscribe. Bye.